നമസ്കാരം. റൈറ്റ് ന്യൂസ് കേരളയുടെ മനസ്സ് തുറന്ന് പരിപാടിയിലേക്ക് മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം. ഇന്നത്തെ ഈ എപ്പിസോഡിന് ചില പ്രത്യേകതകളുണ്ട്. ഒരു പ്രത്യേക സാഹചര്യത്തിൽ ആണ് നമ്മൾ ഈ സ്പെഷ്യൽ എഡിഷനുമായി മാന്യപ്രേക്ഷകർക്ക് മുന്നിൽ എത്തുന്നത്. ജൂൺ മാസം പകുതിയിൽ എത്തി നിൽക്കുകയാണ്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി മാധ്യമങ്ങളിൽ ഞായറാഴ്ച പതിപ്പുകൾ ഉൾപ്പെടെയുള്ള പത്രത്താളുകളിൽ നമ്മൾ വായിക്കുകയും അനുഭവിക്കുകയും ചെയ്ത ഒരു വ്യക്തി, അദ്ദേഹത്തിൻ്റെ ഓർമ്മ ഇപ്പോഴും വളരെ സജീവത്തായിട്ട് നിൽക്കുന്ന ആ ഓർമ്മകൾക്ക് സമർപ്പിക്കുകയാണ് ഈ സ്പെഷ്യൽ എഡിഷൻ റൈറ്റ് ന്യൂസ് കേരളയുടെ മനസ്സ് തുറന്ന്. അതുകൊണ്ട് തന്നെ ഈ സ്പെഷ്യൽ എഡിഷനിൽ ഒരു സ്പെഷ്യൽ അതിഥിയും സ്പെഷ്യൽ ഗസ്റ്റും നമ്മോടൊപ്പം നമ്മുടെ സ്റ്റുഡിയോയിൽ എത്തിയിട്ടുണ്ട്. ഓൾ ദ വേൾഡ് ഈസ് എ സ്റ്റേജ് എന്ന് ഉള്ള ഒരു പ്രസ്താവം നമ്മൾ കേട്ടിട്ടുണ്ട്. മലയാളത്തിലേക്ക് പറഞ്ഞാൽ ഈ ഉലകം മുഴുവൻ ഒരു രംഗവേദിയാണ്, ഒരു അരങ്ങാണ്. ഈ ഉലക വേദിയിൽ, രംഗവേദിയിൽ നിരവധിയായ വേഷങ്ങൾ കെട്ടിയാടാൻ വിധിക്കപ്പെട്ടവരാണ് നാം മനുഷ്യർ, പുരുഷനും സ്ത്രീയും എല്ലാവരും. ഓരോ മനുഷ്യജന്മവും അത് എത്ര കാലം നീണ്ടു നിൽക്കും എന്നുള്ളത് അത് മറ്റൊരു വിഷയം. പക്ഷേ കേവലം ഒരു 60 വർഷം പോലും ഇല്ല. ഒരു പുരുഷായുസ് എന്ന് പറയുന്നത് നമ്മൾ കണക്ക് കൂട്ടുമ്പോൾ പുരുഷായുസിൻ്റെ പകുതി ആകുന്നതേ ഉള്ളൂ 60 വയസ്സ് എന്ന് പറയുന്നത്. ആ 60 വയസ്സ് പോലും എത്തുന്നതിന് മുൻപ് കേവലം 59 വർഷക്കാലം ഈ ലോക ജീവിത നാടക വേദിയിൽ നിരവധിയായ വേഷങ്ങൾ ജീവിതത്തിലും അതോടൊപ്പം കലയിലും കെട്ടിയാടിയ ഒരു മഹാപ്രതിഭയെ നമ്മൾ വീണ്ടും ഓർക്കുന്ന ഒരു സന്ദർഭമാണിത്. പറഞ്ഞു വരുന്നത് മറ്റാരെയും കുറിച്ചല്ല, അനശ്വരനായ സത്യൻ, അനശ്വര നടൻ എന്ന് പറയുന്ന ആ ഒരു വിശേഷണം ഒറ്റ ഒരാൾക്ക് മാത്രമാണ് നമ്മൾ മലയാളികൾ സങ്കല്പിച്ച് നൽകിയിട്ടുള്ളത്. അത് സത്യൻ മാസ്റ്റർ എന്ന് ബഹുമാനപൂർവ്വം നമ്മൾ പറയുന്ന നടൻ സത്യൻ തന്നെയാണ്. അദ്ദേഹം യവനികയ്ക്ക് പിന്നിലേക്ക് മറഞ്ഞിട്ട് 2021 ജൂൺ 15 കൃത്യം 50 വർഷം തികയുകയാണ്. ഒരു നൂറ്റാണ്ട് പിന്നിടുകയാണ്. തലമുറകൾ എത്ര വന്നു പോയി. അദ്ദേഹത്തിൻ്റെ ദീപ്ത സ്മരണയ്ക്ക് മുന്നിൽ വീണ്ടും നമ്മൾ ശിരസ് നമിക്കുകയാണ്. ആ സ്മരണകളെ വീണ്ടും നമ്മൾ ഉണർത്തുകയാണ്. ഒരു പ്രത്യേക വ്യക്തിയുടെ ഇന്നത്തെ നമ്മുടെ സ്റ്റുഡിയോയിലെ സാന്നിധ്യം കൊണ്ട്. അത് മറ്റാരുമല്ല, നടൻ സത്യൻ്റെ മകൻ ശ്രീ സതീഷ് സത്യൻ. ശ്രീ സതീഷ് സത്യൻ, അങ്ങേക്ക് സ്വാഗതം. റൈറ്റ് ന്യൂസ് കേരളയുടെ മാന്യ പ്രേക്ഷകർക്ക് വേണ്ടി നമ്മുടെ സ്റ്റുഡിയോയിൽ അല്പസമയം ചിലവഴിക്കാൻ എത്തിയതിന് പ്രത്യേക നന്ദിയും ആദ്യമായി പറയട്ടെ. 150-ൽ പരം ചിത്രങ്ങളിൽ അഭിനയിച്ച് നിരവധിയായ വേഷപ്പകർച്ചകൾ നടത്തി ആ മഹാധരനെ നമുക്ക് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ധന്യമായ സ്മരണയ്ക്ക്, ദീപ്തമായ സ്മരണയ്ക്ക് നമ്മൾ ഒരിക്കൽ കൂടി അതിന് മുന്നിൽ നമ്മൾ നമോഭാഗം അർപ്പിക്കുകയാണ്. ശ്രീ സത്യൻ്റെ 3 ആൺമക്കളിൽ രണ്ടാമത്തെ മകൻ ശ്രീ സതീഷ് സത്യൻ, അങ്ങയ്ക്ക് പപ്പയെക്കുറിച്ച് ഉള്ള ഓർമ്മകൾ എത്ര ആണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഓർമ്മകളുടെ ആ കടലിരമ്പോൾ ഇപ്പോഴും അവിടെ ഉണ്ട്, മനസ്സിലുണ്ട് എന്ന് നമുക്കറിയാം. എങ്കിലും നമുക്ക് ചില കാര്യങ്ങൾ ഓർത്തെടുക്കാം. അജിത്തിൻ്റെ ഈ ചോദ്യം വളരെയേറെ ബുദ്ധിമുട്ട് ഉളവാക്കുന്നൊരു ചോദ്യമാണ്. കാരണം മനസ്സ് നിറഞ്ഞ് ഈ ഓർമ്മകൾ തിങ്ങി നിൽക്കുന്ന ഒരവസ്ഥയിലാണ് ഞാൻ. പ്രത്യേകിച്ച് ഈ ദിവസങ്ങളിൽ പപ്പയെ പറ്റിയുള്ള എഴുത്തുകുത്തുകളും TV പരിപാടികളും സിനിമകളുമൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഓർമ്മകളുടെ ഒരു ബാഹുല്യം നിമിത്തം എവിടെ തുടങ്ങണം എന്നുള്ള ഒരു ആശയക്കുഴപ്പത്തിലാണ് ഞാൻ. എങ്കിലും വളരെ ചുരുക്കി പറഞ്ഞാൽ പപ്പയെപ്പറ്റി ആദ്യം പറയാനുള്ളത് സത്യൻ എന്ന പിതാവിനെക്കുറിച്ചാണ്. ഇത്രയും സ്നേഹനിധിയായ, വാത്സല്യനിധിയായ ഒരു പിതാവിനെ ഞങ്ങൾ കണ്ടിട്ടില്ല. കുട്ടിക്കാലം മുതലേ ഞങ്ങളുടെ വിദ്യാഭ്യാസം, ഞങ്ങളുടെ സ്വഭാവ രൂപീകരണം, അതേപോലെ തന്നെ എല്ലാ കാര്യങ്ങളിലും വളരെയേറെ ശ്രദ്ധ ചെലുത്തിയിരുന്ന
അന്നത്തെ കാലത്ത് വളരെ തിരക്കേറിയ നടനായിരുന്നെങ്കിൽ പോലും എല്ലാ കാര്യത്തിനും അദ്ദേഹം താല്പര്യം കാണിച്ചിരുന്നു. ഞങ്ങളുടെ ഓരോ ചലനങ്ങൾക്കും അദ്ദേഹം മാർഗദർശിയായി ഞങ്ങളോട് പെരുമാറിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇന്നും 50 വർഷം കഴിഞ്ഞിട്ടും പപ്പയെപ്പറ്റി പറയാതിരിക്കാൻ വയ്യ. വളരെയേറെ പറയാനുണ്ട്. കഴിഞ്ഞ ദിവസം എല്ലാ പത്രങ്ങളിലും ഇത് വളരെ ചിത്രങ്ങൾ സഹിതം അങ്ങയുടെയൊക്കെ ബാല്യകാല ചിത്രങ്ങൾ സഹിതമുള്ള പപ്പയും മമ്മിയുമായിട്ടിരിക്കുന്നത് നിങ്ങൾ കൊച്ചു 3 മക്കൾ ഒരേപോലത്തെ യൂണിഫോം ധരിച്ചിരിക്കുന്നത് പോലെയുള്ള വേഷമൊക്കെ ധരിച്ചിരിക്കുന്ന ചിത്രങ്ങൾ സഹിതം ഇതൊക്കെ വളരെ ഒരുപാട് കാണുമ്പോൾ നമുക്ക് സന്തോഷമുണ്ട്. പക്ഷേ അതോടൊപ്പം തന്നെ ഒരുപാട് സങ്കടവും ഉണ്ട്. ആ പഴയ ഒരു കാലത്തിലേക്ക് നമുക്കിനി മടങ്ങിപ്പോകാൻ കഴിയില്ലല്ലോ എന്നുള്ള ഒരു ഇത് അങ്ങ് അതിനകത്ത് പറയുന്ന ഒരു 1-2 വാചകങ്ങൾ ഞാനൊന്ന് വീണ്ടും ഒന്ന് ആവർത്തിച്ചു കൊള്ളട്ടെ. വളരെ സ്നേഹസമ്പന്നനായിരുന്നു, ഒരിക്കലും അടിച്ചിട്ടില്ല, തുറന്ന് സംസാരിക്കും, കൃത്യനിഷ്ഠ, സമയം എന്നിവ കാര്യങ്ങളിൽ വിട്ടുവീഴ്ച. ക്ഷമിക്കണാജിത്തെ ഒരു കറക്ഷൻ ഉണ്ട്. എന്നെ ഒരിക്കൽ അടിച്ചിട്ടുണ്ട്, എൻ്റെ ജ്യേഷ്ഠനെ അനിയനെ അടിച്ചിട്ടില്ല. കാരണം 3 പേരിൽ ഏറ്റവും കുസൃതിക്കാരൻ ഞാനായിരുന്നു. അതൊന്ന്. രണ്ടാമത് അടിച്ചതെന്തിനാന്ന് പറഞ്ഞാൽ വളരെ വിശേഷമായിട്ട് ഉള്ളൊരു കാര്യത്തിനായിരുന്നു. പപ്പ അന്ന് എനിക്ക് തോന്നുന്നു ഞാൻ 4-ലോ 5-ലോ പഠിക്കുന്ന കാലം. പപ്പ വീട്ടിലുണ്ടായിരുന്നു. എനിക്ക് പനി വന്നു. അപ്പോൾ പനി വന്നപ്പോൾ അന്നത്തെ കാലത്ത് ഈ ഇന്നത്തെ പോലെ ടാബ്ലറ്റ്സിനേക്കാളും ഉപരി ഒരു കോൾഡ് മിക്സ്ചർ എന്നൊരു സാധനം, അത് മെഡിക്കൽ സ്റ്റോറിൽ പോയാൽ അവർ അന്നത്തെ അവിടെ കമ്പൗണ്ട് റോസ് കളറിലുള്ള പലതൊക്കെ പിങ്ക് കളറിലുള്ള അങ്ങനെ തരുന്ന സാധനം. പക്ഷേ എൻ്റെ ദൈവമേ, അതുപോലെ കയ്പുള്ളൊരു സാധനം എക്സാക്ട്ലി. അപ്പോൾ ഞാനാണെങ്കിൽ ഒരു വലിയ മധുരപ്രിയനാണ്, നമുക്ക് കയ്പുമായിട്ട് ഒരു ബന്ധവുമില്ല. അപ്പോൾ പപ്പ ഇത് ഒഴിച്ചു തന്നതുകൊണ്ട് അകത്തോട്ടാക്കിയപ്പോൾ തുപ്പാനും വയ്യ ഇറക്കാനും വയ്യാത്തൊരവസ്ഥയിൽ ഒരു വിധം അങ്ങ് വിഴുങ്ങി. അത് ഞാൻ കാണുന്നുണ്ട്. സാരില്ല മോനെ, അല്പം കയ്പൊക്കെ ഉണ്ടാവും, പക്ഷേ ഇത് വളരെ എഫക്റ്റീവാണ് എന്ന് പറഞ്ഞ് പപ്പ മരുന്ന് തന്നു. പപ്പ പുറത്തേക്ക് പോയി. ഞാൻ പോയിട്ട് വരിക, നീ ഒരു കാര്യം ചെയ്യുക, 2 മണിക്കൂറിലൊരിക്കൽ കഴിക്കണമെന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. അപ്പം മമ്മി മരുന്ന് തരും, നീ കഴിച്ചോളാം എന്ന് പറഞ്ഞിട്ട് പപ്പ പോയി. ഞാൻ ശരി പപ്പ എന്ന് പറഞ്ഞു. ഞാനിപ്പോൾ നല്ലോണം പനിച്ച് മൂടിപ്പതിച്ച് കിടക്കുക. പപ്പ 10 മണിക്ക് പോയി. 12 മണിയായപ്പോൾ മമ്മി മരുന്ന് എടുത്തുകൊണ്ട് വന്നു. അന്നത്തെ കാലത്ത് ഈ ഒരു ഔൺസ് ഗ്ലാസ്, ഔൺസ് ഗ്ലാസ്സിൽ 1 ഔൺസ് മരുന്നും എടുത്തുകൊണ്ട് വരിക. ഞാൻ എന്തൊക്കെ പറഞ്ഞിട്ട് ഞാൻ കുടിക്കില്ല. ഞാൻ കമന്ന് കിടന്നു. ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ട, ഭയങ്കര കയ്പാണ് മമ്മി, ഞാൻ കുടിക്കില്ല. പപ്പ വരും, എന്നോട് ചോദിക്കും നീ കഴിക്കുന്നതാണ് നല്ലത് ഒക്കെ പറഞ്ഞ് പപ്പ വരട്ടി. മമ്മി കഴിച്ചില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ കഷ്ടകാലത്തിന് 10 മിനിറ്റിനകം രണ്ടാമതൊന്ന് ഫോഴ്സ് ചെയ്യാനുള്ള സമയം കിട്ടില്ല. പപ്പ വന്നു, വളരെ നേരെ വന്ന് എൻ്റെ അടുത്ത് വന്ന് കട്ടിലിരുന്ന്, എന്താടാ പനി കുറവുണ്ടോ എന്നൊക്കെ പറഞ്ഞ് തലയിലൊക്കെ തലോടി ഒക്കെ ചോദിച്ചിട്ട് പറഞ്ഞു, മരുന്നൊക്കെ കുടിച്ചല്ലോ എന്ന് ചോദിച്ചു. പുള്ളി എണീറ്റ് ഷർട്ടൊക്കെ അഴിച്ച് ഇങ്ങനെ പിന്നെ ഡ്രസ്സൊക്കെ മാറി ഊണ് കഴിക്കാനുള്ള പരിപാടിയിലേക്കൊക്കെ നീങ്ങാൻ തുടങ്ങുക. അപ്പോൾ ഞാൻ കഴിച്ചോ എന്ന് ചോദിച്ചതിന് സത്യം കഴിച്ചു എന്ന് പറഞ്ഞില്ലെങ്കിലും ഞാനൊന്ന് മൂളി. വളരെ ബലഹീനമായ, കള്ളം പറയാനും പറ്റില്ല, പക്ഷേ ആൻസർ പറയണമല്ലോ. അങ്ങനെയാണെന്ന് മൂളി. അപ്പം അങ്ങ് പോയി. ഡ്രസ്സൊക്കെ ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഒരു രീതി എന്ന് പറഞ്ഞാൽ ഈ എപ്പോഴും ഉള്ളതാണ്. അദ്ദേഹം ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പേ പശുവിന് ആഹാരം കൊടുക്കും. ഈ തിരക്കിനിടയിൽ മദ്രാസിൽ നിന്ന് വരുന്ന സമയത്തും അതിനൊന്നും മാറ്റമില്ല. അതെ. അപ്പോൾ ഇത് കൊടുക്കും. പട്ടിക്കുള്ള ടൈഗർ എന്ന് പറഞ്ഞൊരു പട്ടി ഉണ്ടായിരുന്നു, അതിനുള്ള ഊണ് കാലമായെങ്കിൽ പപ്പ തന്നെ കൊണ്ടുവച്ച് കൊടുക്കും. ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടേ പുള്ളി വന്ന് കയ്യും കാലും ഒക്കെ കഴുകി ഭക്ഷണത്തിന് വരുള്ളൂ. അങ്ങനെ കയ്യും കാലും ഒക്കെ കഴുകി തിരിച്ച് വന്നപ്പോഴത്തേക്ക് പപ്പ ഒരു പോലീസ് ഇൻസ്പെക്ടറാണെന്ന് അറിയാമല്ലോ. ഇദ്ദേഹത്തിൻ്റെ കണ്ണിലെ കുപ്പി പെട്ടു. കുപ്പി ഞാൻ കിടക്കുന്നതിൻ്റെ ഇപ്പറേ തലക്കില് മേശപ്പുറത്ത് വെച്ചിരിക്കുകയാണ്. മമ്മി അളവ് കുറഞ്ഞിട്ടില്ല. പുള്ളിയുടെ മുഖം അങ്ങ് കറുത്തു. ഒന്നും മിണ്ടിയില്ല. പുള്ളി നേരെ അങ്ങ് പുറത്തേക്ക് പോയി. ഒരു 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ വീട്ടിൻ്റെ മുമ്പിൽ ഒരു പേരമരമുണ്ട്. ഇദ്ദേഹം ചെന്ന് ആ പേര ഇന്നൊരു കമ്പിങ് ഒടിച്ചിങ്ങെടുത്തു. അതിനെ റെഡിയാക്കിയാണ്. കുഞ്ഞുമോനെ, എൻ്റെ വീട്ടിലെ കുഞ്ഞുമോനെ എന്ന് വിളിക്കുന്നുണ്ട്. കുഞ്ഞുമോനെ എന്നൊരു വിളി വിളിച്ചു. അപ്പോൾ എനിക്ക് മനസ്സിലായി പെശകായി കാര്യം. പക്ഷെ പിന്നെ അപ്പീലില്ലാത്തൊരു കോടതിയാണ്. ഞാൻ എണീറ്റ് വേഗം കമ്പിളിയൊക്കെ മാറ്റി എണീറ്റ് ഓടി വന്ന് ഈ വള്ളി നിക്കറായിട്ടിരിക്കണേ.
നേരെ ഓടി മുറ്റത്തേക്ക് ചെന്നപ്പോൾ അപ്പം മുറ്റത്ത് തന്നെ നിൽക്കുകയാണ്. ഇതെങ്ങനെ ചെയ്യുകയോ ശരിയാക്കുക, നീ മരുന്ന് കഴിച്ചോടാ എന്ന് ചോദിക്കുകയും ഇങ്ങോട്ട് പിടിച്ചിട്ട് ആ നിക്കറിലേക്ക് പിടിച്ച് അടി തന്നെ 2-3 അടിയേ അടിച്ചുള്ളൂ. പക്ഷെ അപ്പോഴത്തേക്കും മമ്മി ഓടി വന്നു. മമ്മി ഓടി വന്നിട്ട് അയ്യോ അവന് പനിയാണ്, എന്താ ഈ കാണിക്കണം എന്നൊക്കെ ചോദിച്ചിട്ട് ഒന്നും മിണ്ടിയില്ല. അടി കിട്ടി അതിനിടയിൽ പോയി കിടക്കുക. ചിരിച്ച് ഞാൻ വന്ന സ്പീഡിൽ തന്നെ തിരിച്ച് പോയി കിടന്ന് ഓടിപ്പോയിച്ച് കിടന്ന്. കരയാൻ പേടിയാണ്, കാരണം കരഞ്ഞാൽ ഇനി അതിൻ്റെ പേരിൽ പ്രശ്നമാവുമോ. ആദ്യവും അവസാനമായിട്ട് പപ്പ തന്ന അടിയാണ്. പുള്ളി എന്നിട്ട് ഞാൻ എൻ്റെ കട്ടിൽ വന്നിരുന്നിട്ട് പറഞ്ഞു, എടാ കള്ളം പറയരുത്, തല പോയാലും കള്ളം പറയും. സത്യത്തിൽ ജീവിതത്തിൽ അത്രയും വലിയൊരു പാഠം എന്നെ പഠിപ്പിക്കാൻ അദ്ദേഹത്തിന് എന്നെ അടിക്കേണ്ടി വന്നെങ്കിലും അത് ഇന്നും അത് ജീവിതത്തിൽ ഓർമ്മയിൽ നിൽക്കുന്ന ഒരു ഓർമ്മയാണ്. പക്ഷേ അതിനുശേഷം ഈ കുറച്ചുകൂടെ വാത്സല്യം അന്ന് തന്നെ കാണിച്ചിട്ടുണ്ടാവും. അന്നും അപ്പോൾ തന്നെ ഈ അടിയേറ്റ പാടക്കത്ത് അദ്ദേഹം തന്നെ ഇദ്ദേഹം തന്നെ അവിടെ അത് വന്ന് എൻ്റെ അടുത്ത് കട്ടിലിൽ വന്നിരുന്നിട്ട് പപ്പ അങ്ങോട്ട് ദൂരെ നോക്കിക്കുക, ഞാൻ ഇങ്ങനെ കിടക്കണു, ഇദ്ദേഹം ഇങ്ങനെ വന്നിങ്ങനെ ബാക്ക് ഫേസ് ചെയ്തായിരിക്കണം. ഞാൻ കുറച്ച് 2 മിനിറ്റിൽ നോക്കിയപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കണ്ണ് നിറഞ്ഞിരിക്കുക. എടാ പാടില്ല, കള്ളം പറയരുത്, എൻ്റെ തലയിൽ ഇങ്ങനെ തലോടുക. അപ്പോൾ പപ്പയുടെ കണ്ണും നിറഞ്ഞു, ഞാനും പൊട്ടിക്കരഞ്ഞു. അതവിടെ അവസാനിച്ചു. പക്ഷേ പിന്നെ അങ്ങനെ ഒരു അവസരം എൻ്റെ ജീവിതത്തിൽ ഞാൻ ഉണ്ടാക്കിയിട്ടില്ല. അന്ന് അദ്ദേഹം മദ്രാസിൽ നല്ല തിരക്കുള്ള സമയത്താണ്. അപ്പോൾ പക്ഷേ കുടുംബമായിട്ട് അവിടെ ചെന്നൈയിൽ അദ്ദേഹത്തോടൊപ്പം പോയി താമസിക്കാനുള്ള അത് ഉണ്ടായിട്ടുണ്ട്. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ അവധിക്കാലം, വലിയ അവധിയുണ്ടല്ലോ, സമ്മർ വെക്കേഷൻ. അപ്പോഴ് ഞങ്ങൾ മമ്മിയും ഞങ്ങൾ 3 പേരും കൂടെ മദ്രാസിലേക്ക് പോകും, പപ്പയുടെ കൂടെ താമസിക്കും. അത് കഴിഞ്ഞ് ഒരു മാസമൊക്കെ കഴിയുമ്പോൾ തിരിച്ചു വരും. അങ്ങനെയായിരുന്നു പതിവ്. വേറെ ഒരു കാര്യം പറയാം, നമ്മളെ അവിശ്വാസമോ അല്ലെങ്കിൽ അന്ധവിശ്വാസമോ എന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞാൽ പോലും യഥാർത്ഥമായിട്ട് നടന്നൊരു സംഭവം കൂടി പറയാം. 1957-ലോ 58-ലോ പപ്പ ഇതുപോലെ വന്ന് മദ്രാസിലേക്ക് തിരിച്ചു പോവുകയാണ്, പകൽ സമയം. പിന്നെ യാത്രയൊക്കെ പറഞ്ഞ് ഇറങ്ങാൻ തുടങ്ങിയപ്പോൾ ഈ ടൈഗർ ഞങ്ങളുടെ പട്ടി കിടന്ന് ഭയങ്കര ബഹളം ഉണ്ടാക്കി ചങ്ങല പൊട്ടിച്ചത് ഓടി വന്ന് പപ്പയുടെ കാലിൽ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് കിടക്കുക. എടാ എന്നൊക്കെ പറഞ്ഞ് തട്ടി തടയി, നീ നിൽക്കേ, ഞാൻ പോയിട്ട് വരട്ടെ എന്നൊക്കെ പറഞ്ഞൊക്കെ മാറ്റി നോക്കി. എങ്ങനെയൊക്കെ പപ്പ തള്ളി മാറ്റിയിട്ട് ഇവൻ പിന്നെയും ചാടി പിടിക്കും. അങ്ങനെ ഇതായി. ഇത് കഴിഞ്ഞ് പിന്നെ ഒരു രക്ഷയില്ല. ഞങ്ങൾ പപ്പയെ പട്ടിയെ പിടിച്ചു കെട്ടാൻ നോക്കി, നടന്നില്ല. പിന്നെ പപ്പ തന്നെ നിർബന്ധിച്ച് തന്നെ തൂക്കിയെടുത്തുകൊണ്ട് വന്ന് വീണ്ടും ചങ്ങല കെട്ടി, 2 ചങ്ങല വേണം അതിനെ കെട്ടാൻ. അങ്ങനെ കെട്ടിയിട്ടിട്ട് പപ്പ പോയി. ഈ ചങ്ങല എന്നിട്ട് പപ്പ വന്ന് കാറിൽ കയറി, ഞങ്ങളെല്ലാം റോഡിൽ വന്നു. കാറിൽ പപ്പ കയറി യാത്ര അയക്കാനായിട്ട് പിന്നെ ഇത് ചെയ്ത് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് കാറ് വിട്ടതും ഈ പട്ടി വീണ്ടും പൊട്ടിച്ചുകൊണ്ട് ഓടി വന്ന് ഈ കാറിൻ്റെ പുറകെ ഓടുക. ഞങ്ങളാകെ വിഷമിച്ച് ഈ പട്ടി ഏതാണ്ട് 1 കിലോമീറ്ററോളം അത് ഓടിയിട്ടുണ്ടാവും. പിന്നെ തിരിച്ചു വന്നു. ആ പോയ വഴിക്ക് പപ്പയുടെ കാർ ആക്സിഡൻ്റ് ആയി. മദ്രാസിൽ പോകുന്ന വഴിക്ക് തിരുനെൽവേലിക്ക് അടുത്ത് വെച്ച് കാറ് 3 കാരണം പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ തലയിൽ പിന്നെ 12 സ്റ്റിച്ച് ഇടേണ്ടി വന്നു. അത് നായർ പിടിച്ച പുലിവാലി സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുന്ന സമയത്ത്. അപ്പോൾ ഞങ്ങൾ ഈ ആക്സിഡൻറ്റും അറിഞ്ഞില്ല. അപ്പോൾ തമിഴ് പത്രങ്ങളിലും മാഗസിൻസിലും ഒക്കെ വന്നു ഇങ്ങനെ നടികർ പിന്നെ സത്യനോട് പിന്നെ കാറ് ആക്സിഡൻ്റ് ആക്കിയെന്നൊക്കെ പറഞ്ഞിട്ട്. ഇത് പിന്നെ ക്രമേണ ന്യൂസ് വന്നു, മമ്മി അറിഞ്ഞു, ഞങ്ങളറിഞ്ഞു. ഉടനെ ഞങ്ങൾ മദ്രാസിലേക്ക് പോയി. ഞങ്ങൾ മദ്രാസിലേക്ക് പോയപ്പോൾ പോകുന്ന വഴിയിൽ ഈ കാറ് ചിതറി കിടക്കുക. ഈ പറയണ ഇദ്ദേഹം കാർ ഓടിച്ച് പോകുമ്പോൾ പിന്നെ ഒരു ഈ ആട്ടിൻകൂട്ടം ഇങ്ങനെ എതിരെ വരിക. അപ്പോൾ ഇദ്ദേഹം സ്ലോ ചെയ്ത് 3rd ഗിയർ ഇട്ട് അങ്ങനെ പോവാം. ലാസ്റ്റ് ഇത് ഏതാണ്ട് ഈ ആട്ടിൻ പറ്റം കഴിയുന്ന സമയത്ത് വെച്ചൊരു ആട്ടിൻകുട്ടി ഇങ്ങോട്ട് ചാടി. അപ്പോൾ ഇദ്ദേഹം ഇങ്ങനെ ഒന്ന് വെട്ടി അതിനെ രക്ഷപ്പെടുത്താൻ വേണ്ടി വെട്ടിയത് 3 കാരണം മറിഞ്ഞു. ഇതാണ് സംഭവിച്ചത്. എന്നിട്ട് ഈ തലയിൽ ഈ സ്റ്റിച്ചും ഇത് വെച്ചിട്ട് ഈ ആട്ടിടയൻ പേടിച്ചു പോയി. അവൻ കാരണം ഇനിയൊരു പ്രശ്നം, അവൻ വേറെ ആടിനെ അടിച്ചോണ്ട് ഓടി. അപ്പോൾ വിജനമായ റോഡ്, ആരുമില്ല. പപ്പ കാറിൽ നിന്ന് ഇറങ്ങി നേരെ അടുത്ത് കാണുന്ന ഒരു പിന്നെ അപ്പോൾ കാറിൻ്റെ ഇതൊക്കെ പോയി, ഡോറ് വേറെ അത് വേറെ ഇങ്ങനെയൊക്കെ കിടക്കുക. ഒരു
എന്താ പറയുക ചല്ലി കൂട്ടിയിട്ട് പുള്ളി അതിൽ നിന്ന് പുറത്ത് കയറിയിരുന്നു. എഴുന്നേറ്റ് വന്നു അവിടെ കയറിയിരുന്നപ്പോൾ രക്തം ചെറുതായിട്ട് ഒഴുകുന്നുണ്ട്. അപ്പോൾ നല്ലൊരു ക്ഷീണം തോന്നി. അങ്ങനെ അതിൻ്റെ പുറത്ത് അങ്ങനെ കിടന്നു. ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ദൂരെ നിന്നൊരു കാറ് വരുന്നു. കാറ് കൊണ്ടുവന്ന് അത് സ്ലോ ചെയ്തപ്പോഴത്തേക്ക്, കാരണം പെട്ടെന്നൊരു കാറിന് കടന്നു പോകാൻ പറ്റില്ല, ഇത്രയും സാധനങ്ങൾ ഇങ്ങനെ ചേർന്ന് കിടക്കുന്നു. ഇതപ്പോഴത്തേക്കും പപ്പ എണീറ്റിരുന്നപ്പോൾ ആ കാറ് ചവിട്ടി നിർത്തി. ഒരു കപ്പിൾ, വയസ്സായ ഒരു ബ്രാഹ്മണനും അദ്ദേഹത്തിൻ്റെ വൈഫും. അപ്പോൾ അദ്ദേഹം ഇറങ്ങി വന്നു. എന്നാ നിങ്ങൾക്ക് എന്നാ വേണം, തണ്ണി വേണമോ എന്നൊക്കെ ചോദിച്ചു. അങ്ങനെ പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ കാറിൽ നിന്ന് വെള്ളം എടുത്ത് കൊടുത്തു. വെള്ളം കുടിച്ചു. അപ്പോൾ പറഞ്ഞു എന്നെ അടുത്ത ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലാക്കിയിട്ട് നിങ്ങൾ പൊക്കോളും, ബുദ്ധിമുട്ടില്ല. അപ്പോൾ അതിനെന്താണെന്ന് പറഞ്ഞാൽ നേരെ പപ്പയെ കാറിൽ ബാക്കിൽ കയറ്റി. ഇദ്ദേഹം പറഞ്ഞു പോകുന്ന വഴിക്ക് ഒരു പോലീസ് സ്റ്റേഷൻ കണ്ടപ്പോൾ പപ്പ പറഞ്ഞു, 1 മിനിറ്റ് സ്വാമി, ഒന്ന് നിർത്തണം, എനിക്കൊന്ന് പോലീസിൽ ആക്സിഡൻറ്റ് റിപ്പോർട്ട് ചെയ്യണം. കാരണം പുള്ളി വളരെ ഈ പറഞ്ഞ കൃത്യനിഷ്ഠയുടെ കാര്യം പറഞ്ഞ പോലെ വളരെ ലോ ഒബൈഡിങ് സിറ്റിസണായി എല്ലാ കാര്യങ്ങളും. അപ്പോൾ അദ്ദേഹം അവിടെ ഇറങ്ങി പോലീസ് സ്റ്റേഷനിൽ പോയി, എൻ്റെ കാർ ഞാൻ കാറിൻ്റെ ഓണറാണ്, എൻ്റെ വണ്ടി നമ്പർ ഇന്നത് ആക്സിഡൻ്റായി, ആക്സിഡൻറ്റ് റിപ്പോർട്ട് ചെയ്യുകയാണ്, വേറെ കാഷ്വാലിറ്റി ഒന്നുമില്ല, എനിക്ക് മുറിവുണ്ട്, ഞാനിവിടെ അടുത്ത ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ്. ഇത്രയും പറഞ്ഞ് സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ട് ഇദ്ദേഹം ഈ സ്വാമിയുടെ കൂടെ ഹോസ്പിറ്റലിൽ പോയി. അപ്പോൾ അവിടെ ചെന്ന് ഇതൊക്കെ സ്റ്റിച്ചൊക്കെ ഇട്ടു. ഒരു ദിവസം എന്തായാലും കഴിയട്ടെ എന്ന് പറഞ്ഞു ഡോക്ടർ. അപ്പോൾ ഈ സ്വാമി എന്തായാലും സ്വാമിക്ക് ഇത് ഇദ്ദേഹം നടനാണെന്നോ അതൊന്നും അറിയില്ല. സ്വാമി കൊണ്ടുവന്ന് വൈഫിനെ കൊണ്ട് വീട്ടിലൊക്കെ വിട്ടിട്ട് തിരിച്ച് വൈകുന്നേരം ആയപ്പോഴത്തേക്ക് എന്തായാലും ഇദ്ദേഹത്തിനെ ഒന്ന് കാണാം ഈ ഹോസ്പിറ്റലിൽ വന്ന് ചോദിച്ചു, നിങ്ങൾക്ക് ഏതാവത് തേവ ഇരിക്കാ ചൊല്ലുമ്പോൾ. അപ്പോൾ ഈ ആക്സിഡൻ്റ് ഇടയിൽ പപ്പ ഈ സീറ്റിൽ ഈ പേഴ്സൊക്കെ വെച്ചിരുന്നു. ഇതൊക്കെ എവിടെയോ പോയി, തപ്പി നോക്കി, പക്ഷെ കിട്ടിയില്ല, എവിടെയോ ഇതിൻ്റെ ജങ്കിൻ്റെ ഇടയിലായിപ്പോയി. അപ്പോൾ പറഞ്ഞു, സ്വാമി എനിക്കൊരു ട്രെയിനിന് ടിക്കറ്റ് എടുത്ത് തരണം, മദ്രാസിലേക്ക് പോകാൻ. ഞാൻ പോയി കഴിഞ്ഞിട്ട് ആ പൈസ സ്വാമിക്ക് അയച്ചു തരാം. അദ്ദേഹം ഒന്നും മിണ്ടിയില്ല, ടിക്കറ്റ് ബുക്ക് ചെയ്തു, കൊടുത്തു. ഈ ഇദ്ദേഹം പോയിട്ട് മദ്രാസിലെത്തി കഴിഞ്ഞിട്ട് പപ്പയുടെ ലെറ്റർ പാഡിലൊരു ലെറ്റർ, സ്വാമിയുടെ അഡ്രസ്സൊക്കെ മേടിച്ചുകൊണ്ട് പോയി. സ്വാമി പിന്നെ പറയുകയുണ്ടായിരുന്നു, ഞാൻ ഒരിക്കലും പ്രതീക്ഷയില്ല ഈ പൈസ തിരിച്ചു കിട്ടും. പക്ഷേ ഇദ്ദേഹം സത്യൻ സിനി ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞ പാഡ് കണ്ടപ്പോൾ ഇങ്ങനെ ഞെട്ടിപ്പോയി. ദൈവമേ, ഇങ്ങനെ ഒരാളെയാണോ ഞാൻ രക്ഷപ്പെടുത്തിയത്? പക്ഷേ അതൊക്കെ അങ്ങനെയുള്ള ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായിട്ടുണ്ട്. ഒരു പക്ഷേ മലയാള ചലച്ചിത്ര രംഗത്തിൻ്റെ ഒരു വസന്തകാലം അല്ലെങ്കിൽ ഏറ്റവും സൗവർണകാലം എന്ന് പറയുന്നത് ആ ഒരു സത്യൻ യുഗമാണ്. അതെ, മലയാളത്തിൽ അന്ന് രചിക്കപ്പെട്ടിരിക്കുന്ന ഏറ്റവും കനപ്പെട്ട നോവലുകൾ, നാടകങ്ങൾ, അതിലെയൊക്കെ ശക്തരായ നായക കഥാപാത്രം, എത്ര വേഷങ്ങളാണ് അദ്ദേഹം അണിഞ്ഞത്. അപ്പോൾ നമുക്ക് പ്രത്യേകമായിട്ട് ഓർമ്മ വരുന്നത് നമ്മുടെ ഉദയയുടെ ചിത്രങ്ങളാണ്, അല്ലെങ്കിൽ മഞ്ഞിലാസിൻ്റെ ചിത്രങ്ങളാണെങ്കിൽ മഞ്ഞിലാസ്, എം ഒ ജോസഫ് നിർമ്മാത, സ്ഥിരം ഒരു ടീം തന്നെ ഉണ്ടായിരുന്നു. സത്യൻ, കെ.എസ്. സേതുമാധവൻ, വയലാർ രാമവർമ്മ, ദേവരാജൻ എന്നുള്ള ഒരു ടീം. മലയാളികൾ എത്ര നെഞ്ചോട് ചേർത്ത, നമ്മുടെയൊക്കെ കുട്ടിക്കാലം മുതൽ നമ്മളത്, പിന്നെ അത് മഞ്ഞിലാസിൻ്റെ ആ ഒരു കുതിര നമ്മുടെ സ്ക്രീനിൽ അതിൽ വരുന്നു. അതിന് ശേഷം 71-ന് ശേഷം ഇദ്ദേഹത്തിൻ്റെ വിയോഗത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ ചിത്രം അതിലിങ്ങനെ കാണിക്കുന്ന ആ ഒരു കാലം. അപ്പോൾ ഈ ശക്തമായ കഥാപാത്രങ്ങൾ ഒക്കെ ജീവൻ കൊടുക്കുന്ന സമയത്തും അതൊക്കെ കഴിഞ്ഞ് ആ തിരക്കുകളെല്ലാം കഴിഞ്ഞ് വീണ്ടും നമ്മൾ തിരുവനന്തപുരത്തേക്ക് വരുമ്പോൾ വീണ്ടും ഈ 3 ജെസ്സി എന്ന മമ്മിയുടെ ഹസ്ബൻഡും പ്രകാശിൻ്റെയും സതീഷിൻ്റെയും ജീവൻ്റെയും പ്രിയപ്പെട്ട പപ്പയും. തീർച്ചയായിട്ടും അങ്ങനെ മാത്രമാണ്. അപ്പോൾ ഈ അദ്ദേഹത്തിൻ്റെ ഈ അന്നത്തെ കുട്ടിക്കാലമാണ്, അദ്ദേഹത്തിൻ്റെ ഈ ചലച്ചിത്ര രംഗത്തെ അദ്ദേഹത്തിൻ്റെ ഈ പ്രകടനങ്ങളെക്കുറിച്ചൊക്കെ നിങ്ങൾ വിലയിരുത്തൽ വല്ലതും നടത്തിയിട്ടുണ്ടോ? അങ്ങ് ചെറുപ്പകാലത്ത് നടത്താൻ കഴിഞ്ഞിട്ടുണ്ടോ? അല്ലെങ്കിൽ ഇത് അദ്ദേഹം ഇങ്ങനെയുള്ള സിനിമകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അദ്ദേഹം മക്കളുമായിട്ടൊക്കെ പങ്കുവയ്ക്കുമായിരുന്നു, അനുഭവങ്ങൾ അങ്ങനെ വല്ലതും ഉണ്ടോ? ഇല്ല, അത് പറഞ്ഞാൽ അന്നത്തെ കാലത്തൊക്കെ ഞങ്ങൾ സിനിമ കണ്ടിരുന്നത് പപ്പയുടെ സിനിമ എന്ന് പറഞ്ഞ് നമ്മൾ കണ്ടിരുന്നു, എൻജോയ് ചെയ്തിരുന്നു. പക്ഷേ പപ്പയുടെ മരണശേഷമാണ് അതിനെ നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാൻ, ഒരു ക്രിട്ടിക് എന്നുള്ള നിലയിലും അതിൻ്റെ മേന്മ എന്തൊക്കെയാണെന്ന് അറിയാൻ സാധിച്ചത്. അത് നമ്മൾ 2ാമതും 3ാമതും ഒക്കെ കാണുമ്പോഴാണ് ആ സിനിമയുടെ വ്യത്യാസങ്ങൾ. ഒരു നടൻ എന്നുള്ള രീതിയിൽ പുള്ളി ഓരോ സീനും എങ്ങനെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കരാണക്കടൽ എന്ന സിനിമയിൽ ഇദ്ദേഹം മദ്യപിക്കുന്ന സീനുണ്ട്. അത് പട്ടച്ചാരായം കഴിക്കുന്നുണ്ട്, കള്ള് കുടിക്കുന്നുണ്ട്, പിന്നെ സ്കോച്ച് വിസ്കി കഴിക്കുന്നു. 3 രീതിയിലാണ്.
അത് ഈ കള്ളു കുടിക്കുന്ന പോലെയല്ല ചാരായം കുടിക്കുന്നത്, ചാരായം കുടിക്കുന്ന പോലെയല്ല സ്കോച്ച് വിസ്കി കുടിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഒരു നടൻ്റെ പ്രത്യേകത. കാരണം അദ്ദേഹം ആ ക്യാരക്ടറായിട്ട് മാറും. അതെ 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 അല്ല അതെ അന്നേരം അങ്ങ് പറഞ്ഞ പോലെ കരകാണക്കടലിൻ്റെ കാര്യം പറഞ്ഞു. പിന്നെ അതിനു മുമ്പ് തന്നെ അല്ല മറ്റേ ഒരു പെണ്ണിൻ്റെ കഥ, അതെ വാഴമായം, അങ്ങനെ എത്ര പെണ്ണിൻ്റെ കഥയിൽ ഇപ്പോൾ നമ്മളൊക്കെ പല ഇതിലും വായിച്ചിട്ടുണ്ട്. ഇദ്ദേഹവും ഷീലാമ്മയുടെ ഒരു പ്രതികാരത്തിൻ്റെ കഥ. അതെ ഒരു സ്ത്രീയുടെ അവർക്ക് വാസ്തവത്തിൽ റിവെഞ്ച് എടുക്കാനുള്ള ഒരു ഗ്രൗണ്ടും ഉണ്ട്. അപ്പോൾ അതിൽ വാസ്തവം പറഞ്ഞാൽ അതിൽ ഷീലാമ്മയുടെ ക്യാരക്ടറിന് വാസ്തവത്തിൽ റിവെഞ്ച് എടുക്കാനുള്ള റൈറ്റ് ഉണ്ട്. അത്രയും ദ്രോഹിച്ചിട്ടുണ്ട്. എന്നിട്ടും ആ ഇതിൽ ഇവർ പറയുമായിരുന്നു, അവരെന്തൊക്കെ തരത്തിൽ എങ്ങനെയൊക്കെ ഡയലോഗ് നല്ല അടിപൊളിയായിട്ട് കസറിയാലും ഇദ്ദേഹം ഒരു മൂളലിലാണ് നിർത്തി. മനസ്സിലായി, ഒരു മൂളല്, ഒരു ചിരി. അദ്ദേഹത്തിന് എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ ഏറ്റവും ഇണങ്ങിയ പോലീസ്, ഒറിജിനൽ പട്ടാളവും പോലീസും ഒക്കെ ആയിരുന്നെങ്കിലും അദ്ദേഹത്തിന് കൂടുതൽ ഇണങ്ങിയ വേഷം എനിക്ക് തോന്നുന്നു ഡോക്ടറുടെയും അതുപോലെയുള്ള, അതായത് ഈ പിന്നെ എന്താ പറയുക ഒരു അപ്പർ മിഡിൽ ക്ലാസ് കഥാപാത്രങ്ങളായിരുന്നു. അത് പറയുമ്പോൾ ഐ ബെഗ് ഡിഫർ. ഇന്ന് വൈ ബിക്കോസ് ഇന്ന് മലയാള സിനിമ പോട്ടെ, ഇന്ത്യൻ സിനിമ പോട്ടെ, വേൾഡ് സിനിമ എടുക്കട്ടെ, നമുക്കൊരു ഒരു 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 സ്റ്റഡി നടത്തുകയാണ്. ഒരു നടൻ പക്ഷേ പിന്നെ ഞാൻ ABC പറയുന്നില്ല, ഒരു നടൻ ഒരു തരത്തിലെ റോള് നന്നായിട്ട് ചെയ്യും. അദ്ദേഹത്തിന് പക്ഷേ വേറെ ചില റോള് ചേരില്ല. കാരണം അത് ദി റേഞ്ച് ഓഫ് ദി ആക്ടർ ഡിഫേഴ്സ്. മനസ്സിലായി. പപ്പയുടെ കാര്യത്തിൽ പറഞ്ഞാൽ നിങ്ങൾ എങ്ങനെയൊക്കെ പറഞ്ഞാലും ഞാൻ പറഞ്ഞു തരാം. ഇപ്പോൾ ആദ്യത്തെ പടത്തിൽ ശ്രീധരൻ മാസ്റ്റർ നീലക്കുയിൽ അവിടുന്ന് ഡിഫറൻ്റാണ്. ഈ പറഞ്ഞ വളരെ കുറ്റബോധമുള്ള ഒരു അധ്യാപകൻ, മനസാക്ഷിക്ക് പിന്നെ എന്താ പറയുക വില കൽപ്പിച്ചു. അതേ സമയത്ത് സാമൂഹ്യ പരിവർത്തനത്തിൻ്റെ കാലത്ത് ഉള്ള പരിമിതികൾ. അതിന് പക്ഷേ പ്രസിഡന്റിന്റെ ദേശീയ വെള്ളി മെഡൽ കിട്ടുകയാണ്. അതെ. അപ്പം അവിടെ നിന്ന് മാറി അടുത്ത് പിന്നെ മുടിയനായ പുത്രനിൽ വളരെ നിഷേധിയായ ഒരു ചെറുപ്പക്കാരൻ രാജൻ എന്നുള്ള ക്യാരക്ടർ. കാരണം പുള്ളിയുടെ ജീവിതം വരെ തൊലച്ചിട്ട് അങ്ങനെ നിൽക്കുന്ന ഒരാൾ. അത് അവിടെ നിന്ന് ഇങ്ങനെ വന്ന ഓടയിൽ നിന്നില്ല പപ്പു, രക്ഷാക്കാരൻ. അത് പറയുമ്പോൾ ഞാനൊന്ന് പറഞ്ഞോട്ടെ, ബഹുമാനപ്പെട്ട അതിൻ്റെ ഓതർ ശ്രീ കേശവദേവ് പി. കേശവദേവ് അദ്ദേഹം പറഞ്ഞൊരു സംഭവം. ഇദ്ദേഹത്തിന് ഈ പിന്നെ നോവല് സിനിമയാക്കാൻ പലപ്പോഴും വന്നു. പക്ഷേ ഇദ്ദേഹം പറഞ്ഞു, ഇല്ല, എൻ്റെ പപ്പുവിനെ പിക്ചറൈസ് ചെയ്യാൻ, അതിന് ആക്ട് ചെയ്യാനൊരു നടനില്ല, ജനിച്ചിട്ടില്ല. അങ്ങനെ നിന്നു, പലരും വന്നു, അങ്ങനെ പോയി, അങ്ങനെ എല്ലാം കഴിഞ്ഞു. ആരാണ് നടൻ എന്ന് ചോദിക്കും. ഇദ്ദേഹം ശരിയാവില്ല. ഇങ്ങനെ നിന്നപ്പോഴാണ് പപ്പ പറഞ്ഞു സത്യൻ. അപ്പോൾ പപ്പ നല്ലോണം പേരെടുത്ത് വരുന്നൊരു കാലത്താണ്. അപ്പം ഇങ്ങനൊരു സംശയമായിരുന്നു, സത്യന് ചേരില്ല ആ റോള് എന്ന് പറയാനൊരു ധൈര്യമില്ല. അദ്ദേഹം തന്നെ പറഞ്ഞതാണ്. പക്ഷേ ശരിയാവുമോ എന്നെൻ്റെ മനസ്സിലൊരു ആശങ്കയുണ്ട്. അങ്ങനെ ഇരുന്ന് എന്തായാലും പടം ഷൂട്ടിംഗ് തുടങ്ങി. 3-ാമത്തെ ദിവസം ഇദ്ദേഹം കേശവദേവ് ഷൂട്ടിംഗ് കാണാനായിട്ട് കൊല്ലത്തേക്ക് പോയി. അപ്പം അന്ന് ഷൂട്ടിംഗ് നടക്കുന്നത് റെയിൽവേ സ്റ്റേഷനിൽ, കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ വെച്ച്. നമ്മൾ ഓർക്കണം, അന്നത്തെ ഒരു നടൻ്റെ പിന്നെ എന്താ പറയുക ഡെഡിക്കേഷൻ. ഈ ഓടയിൽ നിന്ന് സിനിമയിലെ ഷൂട്ടിങ്ങിന് 23 കിലോമീറ്റർ പപ്പ റിക്ഷ വലിച്ചുകൊണ്ട് ഓടി. ഇതിന്റെ സ്വാഭാവികമായ അതിനു വേണ്ടി ഡ്യൂപ്പിട്ട് ലോങ് ഷോട്ട് എടുത്തിട്ട് അടുത്ത് വരുമ്പോഴത്തേക്ക് അങ്ങോട്ട് താടാ ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞ് പിടിച്ചോണ്ട് നടന്നതല്ല. മനസ്സിലായി, 23 കിലോമീറ്റർ അദ്ദേഹം ഇതിൽ ഓടിയിട്ടുണ്ടെന്നുള്ള റെക്കോർഡാണ്. മനസ്സിലായി. അപ്പോൾ ഇദ്ദേഹം വന്നു, പിന്നെ പി. കേശവ വന്നു, എല്ലാവരും കൊണ്ടു ഇദ്ദേഹത്തെ വെള്ളിയാഴ്ച വിളിച്ചു ഇരുത്തി എല്ലാവരും കണ്ടുകൊണ്ടിങ്ങനെ ഇരിക്കുക, ഷൂട്ടിംഗ് കണ്ടുകൊണ്ടിരിക്കുക. പപ്പ ഇത് റിക്ഷയും കൊണ്ട് ഓടി വരികയാണ്. നേർക്ക് മനസ്സിലായില്ല. റിക്ഷക്കാരൻ തന്നെയാണോ? കൊല്ലം റെയിൽവേ സ്റ്റേഷനിലെ ഏതോ ഒറിജിനൽ റിക്ഷക്കാരനാണ്. അപ്പൊ സത്യൻ എപ്പോ വരും എന്ന് നോക്കിയിരിക്കുക അദ്ദേഹം. അത് കഴിഞ്ഞ് സത്യന് ഷോട്ട് ഒക്കെ കട്ട് പറഞ്ഞു കഴിഞ്ഞ് തിരിച്ച് പുള്ളി റിക്ഷ അവിടെ ഇട്ടിട്ട് ഇങ്ങോട്ട് നടന്നിങ്ങോട്ട് കയറി വന്നപ്പോൾ ഇവിടെ ഇയാളാണ് കെട്ടിപ്പിടിച്ചു. ഇത് തന്നെ എൻ്റെ പപ്പു. അത് ഇദ്ദേഹം തുറന്നു പറഞ്ഞത് ഇവിടെ കാഞ്ഞിരംകുളത്ത് വെച്ചിട്ട് സിറ്റിസൺസ് ഓഫ് സൗത്ത് കേരള എന്ന് പറഞ്ഞിട്ട് ഒരു റിസപ്ഷൻ കൊടുത്തു പപ്പയ്ക്ക്. ആ റിസപ്ഷനിൽ
അന്ന് EMS മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് അദ്ദേഹം പപ്പയ്ക്ക് വലിയ ഒരു അവാർഡും ഒക്കെ കൊടുത്തു. അന്ന് പ്രസംഗിക്കാനായിട്ട് മെയിൻ ആശംസാ പ്രസംഗം ഇദ്ദേഹം P. കേശവൻ. ഞങ്ങളൊക്കെ കുട്ടികൾ അനിക്കറൊക്കെ ഇട്ട് ഞങ്ങളും അവിടെ പോയിരുന്നു, മമ്മിയും ഞങ്ങളൊക്കെ അവിടെ ഉണ്ട്, ഫ്രണ്ട് റോയിലിരിക്കുക. അപ്പോൾ കേശവദേവ് പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ പ്രസംഗം തുടങ്ങിയതാണ് ഇങ്ങനെയാണ്: അനവധി മക്കളുടെ തന്തയാണ് ഞാൻ. അനവധി എന്ന് വെച്ചാൽ ഒട്ടനവധി. എൻ്റെ മക്കളിൽ എൻ്റെ മൂത്ത മകൻ പപ്പുവാണ്. ആ പപ്പുവാണ് ഈ ഇരിക്കുന്നത്. സോ എൻ്റെ അമ്മ സ്റ്റേഡിയം മുഴുവൻ എണീറ്റ് കഴിച്ചു. കേശവദേവിൻ്റെ പ്രസംഗമാണ് ഈ പറയുന്നത്. അപ്പോൾ അത്രയേറെ അദ്ദേഹം പറഞ്ഞു. പിന്നെ പറഞ്ഞു, ഇനി എനിക്കൊന്നും കാണണ്ട, സേഫാണ്. ഒരു ഇൻസിഡൻറ്റും കൂടി ഞാൻ പറഞ്ഞു. പപ്പയ്ക്ക് തച്ചു വെച്ചിരുന്ന ഷർട്ട്, അല്ലെങ്കിൽ അവിടുത്തെ അവരുടെ തരത്തിലുള്ള ഈ കടലിൽ പോകുന്നവരുടെ മത്സ്യത്തൊഴിലാളികളുടെ വേഷത്തിൽ ഒരു ഇത് പപ്പ എടുത്തിട്ട് ഒക്കെ നോക്കി ഒക്കെ കഴിഞ്ഞിച്ച്. അപ്പോൾ ആളുകളിങ്ങനെ തെങ്ങി നിൽക്കുക, ഭയങ്കര തിരക്ക്. അങ്ങനെ നിന്നപ്പോൾ ഒരു ചെറുപ്പക്കാരൻ ഫ്രണ്ട് റോയിൽ നിൽക്കുക. അവനിങ്ങനെ പോലീസുകാരെ ഉന്തി ഇങ്ങനെ കയറാൻ നിൽക്കുക. എനിക്ക് സത്യം സാറിൻ്റെ അടുത്ത് പോകണം, കാണണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ പപ്പ, എടോ ഇങ്ങനെ വന്നേ. അപ്പോൾ പപ്പ അങ്ങനെ വിളിച്ചുകൊണ്ട് പോലീസുകാരെ വിട്ടു. അയാളുടെ അടുത്ത് വന്നു. എന്താ എൻ്റെ പേര്? ജമാൽ. തൻ്റെ ഷർട്ടൊന്നും ഒരുക്കേ. ആ ഷർട്ട് ഊരിച്ചിട്ട് ഇത് നായിട്ടോ, ഈ ഷർട്ട് കൊടുത്തു. ഈ അലക്കി തേച്ച് വെച്ചിട്ട് സാധനം കൊടുത്തിട്ട് അയാളുടെ ഷർട്ട് എടുത്തിട്ടു. കാരണം പപ്പയുടെ ഏതാണ്ട് സൈസാ പറ്റിയാണ്. അപ്പം അത് കണ്ടിട്ടാണ് അത് എടുത്തിട്ട്. പിന്നെ ഇപ്പം ആ സിനിമ മുഴുവൻ ഷൂട്ട് ചെയ്തതാണ്. അതേ സമയത്ത് വെൽവെറ്റിലെ ഷർട്ട് തയ്പ്പിച്ച് ഇട്ട് തമിഴ്നാട്ടിൽ ചില നടന്മാർ ഇതേ ഫിഷർമാനായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. കുറ്റം പറയുന്നത്. പിന്നെ റിക്ഷാക്കാരനായിട്ടൊക്കെ തമിഴ്നാട്ടിലെ വലിയ ഉലകം ചുറ്റിയ വാലിബനൊക്കെ നമ്മൾ അഭിനയിച്ച കോസ്റ്റ്യൂംസ് ഒക്കെ നമ്മൾ കണ്ടിട്ടുള്ളത്. റിക്ഷാക്കാരൻ കഥാപാത്രം അവിടെയും ചെയ്തിട്ടുണ്ടല്ലോ. എല്ലാവരുടെയും പേര് പറഞ്ഞ പോലെ നമ്മൾ പറയണ്ട. പക്ഷെ അവിടെ എനിക്ക് വേദന ഉണ്ടാക്കിയ ഒരു കാര്യം, അനുഭവങ്ങൾ പാളിച്ചകൾ 1971 അവസാനത്തെ വർഷം പപ്പയുടെ അതിൻ്റെ പെർഫോമൻസ് കണ്ടിട്ട് ഡൽഹിയിൽ നിന്ന് നമ്മുടെ മാധവൻകുട്ടി ചേട്ടൻ അറിയാമല്ലോ, അതെ, മാതൃഭൂമി അദ്ദേഹം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ ഇത്തവണ അവാർഡ് പപ്പയ്ക്കാണ്, മനസ്സിലാക്കണം, ദേശീയ അവാർഡ്. അപ്പോൾ അങ്ങനെ, കാരണം അവിടെ ജൂറി തീരുമാനം എടുത്തു കഴിഞ്ഞു, അവർക്കൊക്കെ അതൊക്കെ ഇതാന്ന് പറഞ്ഞ് കിട്ടുന്നതാണ്. ഇത്രയും പറഞ്ഞു. 2 ദിവസം കഴിഞ്ഞപ്പോൾ, അപ്പം ഞാൻ അടുത്ത ദിവസം പത്രങ്ങളിലൊക്കെ ഇങ്ങനെ ഇവരുടെ ഡിക്ലറേഷൻ വരുമെന്നൊക്കെ നോക്കിയിരിക്കും, ഒന്നും ഉണ്ടായില്ല. അതിൻ്റെ അടുത്ത ദിവസം ദേശീയ അവാർഡ് MGRന്. അതിനകത്ത് രാഷ്ട്രീയ പരിഗണനകൾ ഉണ്ടായിരുന്നു. എക്സാക്ട്ലി. ഇപ്പോൾ എന്നെ പഠിപ്പിച്ച ഗുരുനാഥൻ, ഇപ്പോൾ ശ്രീധരൻ നായർ സാറും, ഇപ്പോൾ ദാസാർ യേശുദാസ് സാറും ഒക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ന ബ്രുവാത് സത്യം അപ്രിയോ, പറയരുത്. പക്ഷേ ഈ പ്രായത്തിൽ എനിക്കത് പറയാൻ തോന്നും. പറഞ്ഞോണ്ടേ, കാരണം ഇനി ആർക്കൊക്കെ അത് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും പിന്നെ സത്യന് തീർച്ചയായിട്ടും ഒരു അവാർഡൊക്കെ കൊടുക്കാമായിരുന്നു, കിട്ടിയില്ല. ഇതിലും വേദനിപ്പിക്കുന്ന ഒരു സത്യം എനിക്ക് പറയാതിരിക്കാൻ വയ്യ. അതിനി എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടായാൽ, പപ്പ 1971 മരിച്ചു. മരിച്ചു കഴിഞ്ഞിട്ട് അന്നത്തെ കേരള സർക്കാർ ഒരു തീരുമാനമെടുത്തു. ഏറ്റവും മികച്ച നടനുള്ള അവാർഡ് സത്യൻ അവാർഡെന്നും ഏറ്റവും നല്ല മികച്ച നടിക്കുള്ള അവാർഡിന് മിസ് കുമാരി അവാർഡ് നാമകരണം ചെയ്തു. 2 വർഷം അങ്ങനെ അവാർഡ് കൊടുത്തു. അതിനുശേഷം അത് നിർത്തലാക്കി. ചില കുബുദ്ധികളുടെ പ്രേരണയാലാവണം നിർത്തലാക്കിയത്. അത് വസ്തുത്തിൽ ഞാൻ ഇന്ന് പറയും, പപ്പയോട് ചെയ്തൊരു ഇൻസൾട്ടാണ്. ഈ ഇഷ്യൂവിൽ ഇനിയെങ്കിലും ഈ 50 വർഷം, അരനൂറ്റാണ്ട് കഴിഞ്ഞപ്പോഴെങ്കിലും ഇപ്പോഴത്തെ സർക്കാരിൻ്റെ, ഈ ഇന്നത്തെ ശ്രീ പിണറായി വിജയൻ്റെ സർക്കാരിന് ഇനിയും വേണമെങ്കിൽ ഈ അനീതി മാറ്റി ഒരു നീതി ഇവിടെ കൊണ്ടുവരാം. സത്യൻ എന്ന് പറഞ്ഞ നടൻ ഉചിതമായ അംഗീകാരങ്ങൾക്ക് അർഹനാണെങ്കിൽ തീർച്ചയായിട്ടും ഈ അവാർഡ് റീഇൻസ്റ്റേറ്റ് ചെയ്യണം. ഒരു സങ്കടകരമായ ഒരു കാര്യം, ഈ ചെല്ലപ്പൻ എന്ന കഥാപാത്രത്തിനെ തൂക്കിലേറ്റിയതിന് ശേഷം ബോഡി ഏറ്റുവാങ്ങാനായിട്ട് കുടുംബം പുറത്ത് നിൽപ്പുണ്ടല്ലോ, ഷീലയും പ്രേം നസീറും പുറത്ത് നിൽക്കുന്ന സമയത്ത്, അപ്പോഴത്തേക്ക് ബോഡിയുടെ ആ രംഗം ഷൂട്ട് ചെയ്യാൻ അദ്ദേഹം ഉണ്ടായില്ല. അത് ഡ്യൂപ്പിനെ വെച്ച് ചെയ്തു. അതിനെ ഡ്യൂപ്പിനെ വെച്ച് ഇദ്ദേഹത്തിനെ കൊലമരത്തേക്ക് കൊണ്ടുപോകുന്നത്, ഇതേ പോലീസുകാർ കൊണ്ടുപോകുന്നില്ലേ, ആ സീനിന് അദ്ദേഹമില്ല.
2 കാലുകൾ മാത്രം. അതൊക്കെ ഇപ്പോഴും ഓർക്കുമ്പോൾ രോമാഞ്ചം ഉണ്ടാകുകയാണ് സത്യം. മനസ്സിലാക്കണം. പക്ഷേ ആരും ജനങ്ങളത് അറിഞ്ഞില്ല. സത്യാവസ്ഥ പറയുക. അപ്പോഴത്തേക്ക് അദ്ദേഹം ഇല്ല. മധുസാർ അത് കഴിഞ്ഞ ദിവസം ഒരു സൺഡേ ഒരു സപ്ലിമെന്റിൽ അത് അദ്ദേഹം മധുസാറിന്റെ പേരിൽ തന്നെ വന്നൊരു ലേഖനത്തിൽ അദ്ദേഹമായിട്ടുള്ള മാഷുമായിട്ടുള്ള അടുത്ത ബന്ധത്തെക്കുറിച്ച് മധുസാറിന്റെ ഒരുപക്ഷെ കല്യാണം സിനിമയിൽ വന്നതിന് ശേഷമാണ് അദ്ദേഹം വിവാഹിതനാകുന്നത്. അപ്പോൾ സിനിമയിൽ നിന്ന് പച്ച പിടിച്ച് വരുന്നതേ ഉള്ളൂ. അപ്പോൾ ആ സമയത്ത് കല്യാണം കഴിക്കാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ മധു പോയി തിരിച്ച് ഇപ്പം തന്നെ മദ്രാസിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് പോവുക. അവിടെ ഈ പറഞ്ഞ പോലെ വീട്ടുകാർ പറഞ്ഞ പോലെ അപ്പം വിളിച്ച് സംസാരിച്ച് അന്ന് അദ്ദേഹത്തിൻ്റെ അച്ഛൻ മേയറാണ് പരമേശ്വരൻ. അപ്പോൾ അല്ല അതൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, മധുസാർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവരെ ഒരുമിച്ച് സ്വാമി സ്ലോട്ടിൽ ഇരിക്കുമ്പോഴാണ് ഫോൺ വരുന്നത്. അപ്പോൾ ചോദിച്ചു എന്തായിരുന്നു വിശേഷം? ഞാൻ തിരുവനന്തപുരത്ത് അച്ഛനാണ് വിളിച്ചത്. അപ്പോൾ ഒരു കല്യാണാലോചന വന്നിരിക്കുന്നു, ചെല്ലാൻ പറഞ്ഞിരിക്കുന്നു. പോണം, എന്താ താമസം? ഇല്ല ഞാൻ കോളേജ് ഉദ്യോഗം രാജിവെച്ചിട്ടിരിക്കുകയാണ്. ലെക്ചറർ ആയിരുന്നെങ്കിൽ എന്തൊരു സ്ഥിര വരുമാനം ഉണ്ടായതിനെ കല്യാണം കഴിക്കും. ഇപ്പം സിനിമയിൽ വന്നിട്ട് അനിശ്ചിതത്വത്തിലാണ്. അതല്ല, എനിക്കറിയാം മധുവിൻ്റെ കുടുംബ ബാക്ക്ഗ്രൗണ്ട് എനിക്കറിയാം, മധുവിൻ്റെ അച്ഛനെ അറിയാം, ഈ പറഞ്ഞ ആലോചന വന്ന പെൺകുട്ടിയുടെ വീട്ടുകാരെ അറിയാം. ഒരു കുഴപ്പവും ഉണ്ടാവില്ല, പോകണം, ഇപ്പം തന്നെ പോകണം എന്നിട്ട് അങ്ങനെ മധുസാറിനെ സത്യമാഷ നിർബന്ധിച്ചിട്ടാണ് കല്യാണം കഴിക്കും പെണ്ണ് കാണാൻ വിടുന്നതെന്നൊക്കെ പറഞ്ഞ് മധുസാർ ഇപ്പോൾ എഴുതിയിരിക്കുന്നത് വായിച്ചു. അപ്പം അത്ര ആത്മബന്ധമായിരുന്നു നടന്മാരൊക്കെ. ഇന്നും മധുസാറിന് ഞങ്ങളുടെ 3 പേരോടും വളരെ വളരെ സ്നേഹമാണ്. ഞങ്ങളുടെ സ്വന്തം അമ്മാവനെ പോലെയോ. ഞങ്ങളുടെ ഇപ്പോൾ എൻ്റെ അനിയൻ സത്യൻ ഫൗണ്ടേഷൻ എന്ന് ഒരു ഇത് നടത്തുന്നുണ്ട്. അതിൻ്റെ ചീഫ് പേട്രനായിട്ട് അദ്ദേഹം ഇന്നും ഇരിക്കുകയാണ്. കാരണം എത്ര അസുഖം ഒക്കെ വന്നിട്ട് പോലും അദ്ദേഹം ഞങ്ങളുടെ ആ ഫംഗ്ഷനൊക്കെ വരാറുണ്ട്. ഈ മധുസാറ് തന്നെ നിർമ്മിച്ച് സംവിധാനം ചെയ്തതാണല്ലോ നമ്മുടെ ശുദ്ധികലശം എന്ന് പറഞ്ഞ സിനിമ. അപ്പം മധുസാറിൻ്റെ ആ ചിത്രത്തിൽ അങ്ങ് പ്രധാനപ്പെട്ട ഒരു വേഷത്തിൽ അഭിനയിച്ചത് വില്ലൻ ക്യാരക്ടർ ശ്രീവിദ്യയുടെ ഭർത്താവായിട്ട്. അങ്ങനെ സിനിമയിൽ വെള്ളിത്തിരയിൽ ക്യാമറയ്ക്ക് മുന്നിൽ നിന്നു. അത് കഴിഞ്ഞ് ടാക്സി ഡ്രൈവർ ഞാൻ ടോട്ടൽ 4 പടങ്ങളിൽ അഭിനയിച്ചു. ആദ്യത്തെ പടം മഞ്ജുലാസിൻ്റെ മക്കൾ എന്ന സിനിമ കെ സേതുമാധവൻ സാറ് ഡയറക്റ്റ് ചെയ്തു. ഞാൻ ഹീറോ, ജയഭാരതി ഹീറോയിനായിട്ട്. രണ്ടാമത്തെ ചിത്രം PN മേനോൻ സാറ് സംവിധാനം ചെയ്ത ടാക്സി ഡ്രൈവർ. അതിൽ ഞാൻ ശാരദാമ്മ വിധുബാല, അതിൽ ടൈറ്റിൽ റോളാണ് ഞാൻ ഹീറോ ആയിരുന്നു. അപ്പോൾ അതിൽ ശാരദാമ്മ പിന്നെ പല ലേഖനങ്ങളിലും പറഞ്ഞിട്ടുണ്ട്, അച്ഛൻ്റെയും മകൻ്റെയും കൂടെ ഹീറോ ആയിട്ട് നായികയായിട്ട് അഭിനയിക്കാൻ എനിക്ക് സാധിച്ചു. അപ്പോൾ അങ്ങനെ അതുണ്ടായിട്ടുണ്ട്. 3ാമത്തെ ചിത്രമായിരുന്നു ശുദ്ധികലശം മധുസാറിൻ്റെ. 4ാമത്തെ യക്ഷിക്കാവ് എന്ന് പറഞ്ഞൊരു ചിത്രത്തിൽ ഞാനും ജലജയായിരുന്നു ഹീറോയിൻ. ചന്ദ്രശേഖരൻ തമ്പി ഡയറക്റ്റ് ചെയ്തൊരു പടം. പക്ഷേ ആ ചിത്രം പുറത്തു വന്നില്ല. ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളറൊക്കെ മെർജ് ചെയ്യുന്ന ഒരു കാലഘട്ടമായതുകൊണ്ട് അതിൻ്റെ പ്രൊഡ്യൂസറിൻ്റെ അതിനുള്ള സാമ്പത്തിക പ്രശ്നങ്ങളില്ലായിരുന്നു. ഞാൻ സിനിമയിലെ ഈ 4 സിനിമയും കഴിഞ്ഞ് അപ്പോഴേക്കും എൻ്റെ കാഴ്ചയ്ക്ക് ബുദ്ധിമുട്ട് തുടങ്ങി. എനിക്ക് ലൈറ്റ് അടിച്ചിട്ട് ഈ എൻ്റെ ഓപ്റ്റിക് നെർവിന് പ്രശ്നമായി. തൻ്റെ ഓപ്റ്റിക് നെർവ് ഡീജനറേഷൻ എന്നുള്ള സ്റ്റേജിലാണ്. ഇങ്ങനെ പോയാൽ തൻ്റെ കാഴ്ച കംപ്ലീറ്റ് നഷ്ടപ്പെടും. അതുകൊണ്ട് ഈ ലൈറ്റ് അടിച്ച് ഈ സിനിമ എന്നുള്ള ഈ പ്രൊഫഷൻ മാറണം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് ഞാൻ സിനിമാ ഫീൽഡിൽ നിന്ന് വിട്ടു. പക്ഷെ അങ്ങനെ വിട്ടു കഴിഞ്ഞിട്ട് ഈ സംഭവങ്ങളൊക്കെ അറിഞ്ഞിട്ട് എനിക്ക് ദാസാർ, ഞാൻ അന്ന് ആദ്യമേ അദ്ദേഹത്തിനെ എല്ലാവരും കൊച്ചുകുട്ടികൾ അടക്കം ദാസേട്ടൻ എന്ന് വിളിക്കുമെങ്കിലും ഞാൻ അന്നും ഇന്നും അദ്ദേഹത്തിനെ ദാസാർ എന്നാണ് വിളിക്കുന്നത്. കാരണം അങ്ങനെ ഈ വിളിച്ച് ശീലിച്ചു പോയി. അപ്പോൾ ദാസാറിൻ്റെ അടുത്ത് പുള്ളി എന്നോട് വിളിച്ച് പറഞ്ഞു, മോനെ കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു, എനിക്ക് വളരെ ദുഃഖമുണ്ട്, എന്തായാലും എൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ എനിക്കൊരാളെ വേണം എന്ന് പറഞ്ഞ് ആദ്യം അദ്ദേഹം തരംഗശ്ശേരി സ്കൂൾ, അദ്ദേഹം നടത്തിയിരുന്ന സ്കൂൾ തരംഗശ്ശേരി സ്കൂൾ ഓഫ് മ്യൂസിക് അതിലെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിട്ടും അതിനുശേഷം മാസങ്ങൾക്ക് ശേഷം എന്നെ തരംഗിണി സ്റ്റുഡിയോയിലും എന്നെ എടുത്തു. ഞാൻ അവിടെ ഒരു സ്റ്റുഡിയോ മാനേജറായിട്ടും തിരുവനന്തപുരത്ത് വെള്ളയമ്പലത്തുള്ള ആ സ്റ്റുഡിയോയിൽ അവസാനം ജനറൽ മാനേജറായിട്ടും ഞാൻ ടോട്ടൽ ഏതാണ്ട് 14 വർഷം 8 മാസം ഏതാണ്ട് 15 വർഷത്തോളം. അദ്ദേഹം ലൊക്കേഷനിൽ നിന്ന് നേരെ കാർ ഓടിച്ച് KJ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ്. അപ്പോൾ പോകുന്ന വഴിക്ക് തന്നെ അദ്ദേഹത്തിൻ്റെ മൂക്കിൽ നിന്ന് രക്തസ്രാവം ഉണ്ടാകുന്നു. രോഗത്തിൻ്റെ ഗുരുതരാവസ്ഥ അദ്ദേഹം സ്വയം മനസ്സിലാക്കി. ഒരു വ്യക്തിയോട് ഇത് പറയാതെ അദ്ദേഹം സ്വയം വണ്ടി ഓടിച്ച് ഹോസ്പിറ്റലിൽ പോകും. അവിടെ ചില ഒരു കറക്ഷൻ എനിക്ക് പൊതുജനങ്ങളോടും എല്ലാവരോടും പറയേണ്ടതുണ്ട്. കാരണം പപ്പായ്ക്ക് ഒരു രോഗം മൂർച്ഛിച്ച് പുള്ളി കാറ് എടുത്തുകൊണ്ട് രാത്രി പിന്നെ KJ ഹോസ്പിറ്റലിൽ പോയതല്ല. ഇൻക്ലാബ് സിന്ദാബാദിൻ്റെ ഷൂട്ടിംഗ് കഴിഞ്ഞ് വൈകിട്ട് 5-6 മണിയായപ്പോൾ ഷൂട്ടിംഗ് കഴിഞ്ഞു. ഇദ്ദേഹം മദ്രാസിലെ നമ്പർ 4 ഹെൻസ്മാൻ റോഡ് ടി നഗറിലുള്ള സ്വന്തം ഫ്ലാറ്റിൽ വരുന്നു. അവിടെ ഇദ്ദേഹത്തിനെ കാത്ത് ഫ്രാൻസിസ് എന്ന് പറഞ്ഞൊരു
ജേർണലിസ്റ്റ്. അദ്ദേഹം ഡൽഹിയിൽ ഏതോ പത്രത്തിൽ, ഇംഗ്ലീഷ് പത്രത്തിൽ വർക്ക് ചെയ്യുന്ന ഒരാളായിരുന്നു. അദ്ദേഹം പപ്പയെ കാണാൻ വന്ന് വെയിറ്റ് ചെയ്യുമായിരുന്നു. അദ്ദേഹമായിട്ട് വളരെ നേരം സൊറേ പറഞ്ഞിരുന്നു. അന്ന് കപിലൻ എന്ന് പറഞ്ഞ പിന്നെ അദ്ദേഹത്തിൻ്റെ സെക്രട്ടറി അടുത്ത് 2 പേർക്കും ചപ്പാത്തിയും ചിക്കൻ കറിയും വേണം എന്ന് പറഞ്ഞ് രാത്രി ഭക്ഷണം ഒരുമിച്ച് കഴിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ ഫ്രാൻസിസിനെ കൊണ്ടുവിടാനായിട്ട്, എടോ ഇപ്പോൾ ഇനി ടാക്സി ഒന്നും കിട്ടില്ല, രാത്രിയായി, ഞാൻ തന്നെ കൊണ്ടുവിടാം, ഞാൻ എവിടെ താമസിക്കുന്നത്, ഞാൻ എഗ്മോറിലുള്ള ക്യൂൻ വിക്ടോറിയ ഹോട്ടലിലാണ്. അങ്ങനെ പപ്പ തന്നെ പള്ളിയുടെ MSM 4645 കാറിലെടുത്ത്, പപ്പയുടെ ഒരു സ്റ്റൈലുണ്ട്, പുള്ളി സ്റ്റിയറിംഗ് പിടിക്കുന്ന ഇങ്ങനെ, അതിൻ്റെ സൈഡിൽ താഴെ ഒന്നുമല്ല. പിന്നെ ഇപ്പോഴത്തെ പിള്ളേരെ പോലെ ഒറ്റ കൈയുമല്ല, അദ്ദേഹം 2 കൈയും പിന്നെ മുകളിൽ വെച്ചിട്ടാണ് പുള്ളി വണ്ടി ഓടിക്കുന്നത്. അപ്പോൾ പുള്ളി MSM 4645 കറുത്ത ഫിയറ്റിൽ ഈ ഇദ്ദേഹത്തിന് ഫ്രാൻസിസിനെയും കയറ്റി ഈ ക്യൂൻ വിക്ടോറിയ ഹോട്ടലിൽ കൊണ്ടുവിട്ടു. അത് പൂനെ എഗ്മോറിലാണ്. കൊണ്ടുവിട്ടിട്ട് തിരിച്ചു വരുന്ന വഴിക്കാണ് ഈ KJ ഹോസ്പിറ്റൽ ജഗദീശൻ്റെ. അപ്പോൾ വാസ്തവം പറഞ്ഞാൽ പിന്നെ ഹോസ്പിറ്റലിൽ ജസ്റ്റ് കടന്നു. ഇത് ഇറങ്ങി നേരെ റിസപ്ഷനിൽ കയറി ഡോക്ടർ ജഗദീശൻ വിശ്വേശ്വരൻ ഫ്രീ ആണോ എന്ന് ചോദിക്കുന്നു. നേരെ അവർ ഫ്രീ ആണ് സാർ എന്ന് പറയുന്നു. നേരെ ഡോക്ടറിൻ്റെ മുറിയിലേക്ക് കയറി പോകുന്നു. കാരണം ഇവരുടെ ഇദ്ദേഹത്തിൻ്റെ ക്ലോസ് ഫ്രണ്ട്സാണ് ഇവർ രണ്ടുപേരും. അങ്ങനെ ഡോക്ടേഴ്സിനെ കണ്ട് പറഞ്ഞു, ഡോക്ടറെ ഞാൻ പറഞ്ഞു, സത്യൻ, എന്താണ് പെട്ടെന്ന്? ഞാനിതിലെ പോയപ്പോൾ കയറിയെന്നേ ഉള്ളൂ, ഞാൻ എൻ്റെ ഫ്രണ്ടിനെ ഡ്രോപ്പ് ചെയ്യാൻ പോയതാണ്, മറ്റന്നാൾ നമ്മുടെ ചെക്കപ്പാണ് കേട്ടോ, അപ്പോൾ ഞാൻ നേരത്തെ വരും, എന്നെ നേരത്തെ വിടണം, കാരണം അത് 2-3 പടങ്ങളുടെ ക്ലൈമാക്സ് ഷൂട്ടിങ്ങൊക്കെ നടക്കുക എന്ന് പറഞ്ഞിട്ട് ഡോക്ടറോട് കുശലമൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങുന്നു. ഡോക്ടർ വിശ്വേശ്വരൻ കൂടെ വരുന്നു. പപ്പയെ യാത്ര അയക്കാനായിട്ട് കാറിൻ്റെ അടുത്തേക്ക് വരുന്നു. പപ്പ ഇദ്ദേഹത്തിന് പിന്നെ ഓക്കെ ഡോക്ടർ താങ്ക് യു എന്ന് പറഞ്ഞിട്ട് ഷേക്ക് ഹാൻഡ് ചെയ്യുന്നു. ഷേക്ക് ഹാൻഡ് ചെയ്തപ്പോൾ ഡോക്ടർ ചോദിച്ചു, സത്യൻ നിങ്ങൾക്ക് ടെമ്പറേച്ചർ ഉണ്ടല്ലോ. എന്താ ഡോക്ടറെ, എനിക്കൊരു കുഴപ്പമില്ല. ഇല്ല പ്ലീസ് ഒന്ന്, നമുക്ക് എന്തായാലും വന്നതല്ലേ, നമുക്കൊന്ന് കയറി നോക്കിയിട്ട് പോകാം. അങ്ങനെ ഇദ്ദേഹത്തിനെ നിർബന്ധിച്ച് രണ്ടാമത് തിരിച്ചകത്ത് കയറ്റി നോക്കിയപ്പോൾ 101 ഡിഗ്രി പനിയുണ്ട്. അപ്പോൾ സത്യനൊരു കാര്യം ചെയ്യും, 2 ഡോക്ടേഴ്സും വന്ന് പറഞ്ഞു, ഇല്ല ഒരു കാര്യം ചെയ്യും, ഇതായത് നിങ്ങൾ വീട്ടിൽ പോയാൽ എന്ത് ചെയ്യും, കിടന്നുറങ്ങും ഇല്ലേ, അപ്പോൾ ഇവിടെ കിടന്നുറങ്ങാം, രാവിലെ പോകാം, അപ്പോൾ എന്നാൽ 5 മണിക്ക് വിട്ടേക്കണം. ഓക്കെ, ഞങ്ങൾക്കപ്പോൾ ഒത്തിരി ചെക്ക് ചെയ്തൊക്കെ നോക്കി ഇതൊക്കെ ഈ പനിയൊക്കെ മാറ്റിയിട്ട് പോകാമല്ലോ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് അദ്ദേഹത്തിന് അഡ്മിറ്റ് ചെയ്തത്. പക്ഷേ അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഈ ടെമ്പറേച്ചറൊക്കെ കൂടാൻ തുടങ്ങി. 102, 103, 104. അപ്പോഴേക്ക് ഇവർക്ക് മനസ്സിലായി പ്രശ്നം ഗുരുതരമാണ്. ഇഞ്ചക്ഷൻ കൊടുത്തിട്ട് പോലും ട്രാൻസ്ഫ്യൂഷൻ നടത്തുന്നുണ്ടായിരുന്നു, ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ അത് ഇടയ്ക്കിടയ്ക്ക് വന്നു. അതിനാണ് അടുത്ത ദിവസം വരുമെന്ന് പറഞ്ഞത്. പക്ഷേ ഉടനെ ഡോക്ടർ പദം സിംഗ് ക്യാൻസർ സ്പെഷ്യലിസ്റ്റിനെ വെല്ലൂർ ഹോസ്പിറ്റലിൽ നിന്ന് വിളിപ്പിക്കുന്നു. ഡോക്ടർ കൃഷ്ണൻകുട്ടിയെ കാർഡിയോളജിസ്റ്റിനെ വിളിപ്പിക്കുന്നു. അങ്ങനെ പ്രശ്നം തിരുവനന്തപുരത്താണ് പൈസാറുമായിട്ടുള്ള അതെ, പൈസാറ വന്നു. അടുത്ത ദിവസം പൈസാറ എത്തി മദ്രാസിൽ. അദ്ദേഹമാണ് ഇതിനെ മുഴുവൻ സൂപ്പർവൈസ് ചെയ്തത്. പൈസാറായിരുന്നു ഇതിൻ്റെ ടീമിൻ്റെ ഹെഡ്. അങ്ങനെ നിന്ന് ഇത് 55 മണിക്കൂർ 15-ാം തീയതി വെളുപ്പിന് 4:10 യാത്രയാണ്. അതിനു മുമ്പ് മമ്മിയോടും മക്കളോടുമായിട്ട് ഐ ആം ഓൾ റൈറ്റ് എന്നൊക്കെ അദ്ദേഹത്തിൻ്റെ സ്വസിദ്ധമായ ഒരു സ്റ്റൈലിൽ പറഞ്ഞതായിട്ടുണ്ട്. അതെ, മമ്മിയും ഞാനും അവിടെ ചെല്ലുന്നു, ICUവിൽ കയറുമ്പോൾ കണ്ട കാഴ്ച ഒരു സിംഹം പോലെ അങ്ങനെ ചാരിക്കിടക്കുകയാണ് അദ്ദേഹം. അപ്പോൾ 2 കൈകളിൽ നിന്നും കാലുകളിൽ നിന്നൊക്കെ പല മെഷീനിലേക്ക് കുഴലുകൾ അത് കണ്ടപ്പോൾ ഞങ്ങളൊന്ന് വെഞ്ഞെട്ടി. പുള്ളി കണ്ടു തുറന്നു, എന്താടാ എന്ന് ചോദിച്ചു. ഇല്ല പപ്പ, പരീക്ഷ കഴിഞ്ഞു, അതുകൊണ്ട് വന്നതാണ് എന്ന് പറഞ്ഞു. എനിക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടോ, ഐ ആം ഓൾ റൈറ്റ് എന്ന് പറഞ്ഞു. മമ്മിയെടുത്ത് കുശലം ചോദിച്ചു, വീട്ടുകാര്യങ്ങളും കൃഷി കാര്യങ്ങളും ഒക്കെ ചോദിച്ചു. എന്നിട്ട് എന്നോട് പറഞ്ഞു, എടാ നീ മമ്മിയെ കൊണ്ട് വീട്ടിൽ പോകും, ഫ്ലാറ്റിൽ പോയി കിടന്നുറങ്ങി, രാവിലെ ഇങ്ങ് വന്നാൽ മതി. എനിക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടോ, ഇവരെല്ലാവരും കൂടെ എന്നെ ഇവിടെ പിടിച്ച് കിടത്തിയിരിക്കുക, ഐ ആം ഓൾ റൈറ്റ്. എടാ എനിക്ക് അല്പം ക്ഷീണമുണ്ട്, ഞാനൊന്ന് ഉറങ്ങട്ടെ, നിങ്ങൾ പോയിട്ട് വാ എന്ന് പറഞ്ഞ് ചരിഞ്ഞ് കിടന്നു. ദാറ്റ് വാസ് ദ ലാസ്റ്റ് വേർഡ്സ് ഹി സ്പോക്ക്. ഞാനൊന്ന് ഉറങ്ങട്ടെ. അതൊരു നിത്യനിദ്രയിലേക്കുള്ള ഒരു പോക്കായിരുന്നു. 1971 ജൂൺ 15-ാം തീയതി നമ്മുടെ ജീവിത നാടക രംഗത്ത് നിന്ന്, അതുപോലെ ചലച്ചിത്ര രംഗത്ത് നിന്നും നിഷ്ക്രമിച്ച ഒരു മഹാനടൻ, അത് 50 വർഷത്തിനിപ്പുറവും അദ്ദേഹത്തിൻ്റെ സ്മരണ ചിരഞ്ജീവികളായിട്ട്, ഹരിത സ്മരണകളായിട്ട് നിലനിൽക്കുകയാണ്. അവസാന ശ്വാസം വരെയും വെള്ളിത്തിരയെ പ്രണയിച്ച ഒരു മഹാനടൻ എന്നുള്ള ആ വിശേഷണം അതർഹിക്കുന്ന ഒരേ ഒരു നടൻ മലയാളത്തിൽ ഇതുവരെ ഉണ്ടായിട്ടുള്ളൂ. ഇനി ഉണ്ടാകണമെങ്കിലും ഇനിയും നൂറ്റാണ്ടുകൾ നമ്മൾ കാത്തിരിക്കേണ്ടി വരും. അതുപോലെ നക്ഷത്രങ്ങൾ വരും, താരങ്ങൾ വരും, അഭിനേതാക്കൾ വരും. പക്ഷേ ഒരു മഹാനടൻ
സത്യനെ കാണാൻ നമ്മൾ ഇനിയും ഏറെ കാത്തിരിക്കേണ്ടി വരും. അത് അത്രയും കാലം ഈ നമ്മൾ ഈ സത്യൻ നമുക്ക് പകർന്നു തന്ന കഥാപാത്രങ്ങളിലൂടെ നമുക്ക് ആ കാലം നമുക്ക് കാത്തിരിക്കാം. എത്രയോ കഥാപാത്രങ്ങൾ 150 സിനിമകൾ കേവലം 19 വർഷത്തിനുള്ളിൽ എന്ന് നമ്മൾ തുടക്കത്തിലെ പറഞ്ഞു കഴിഞ്ഞു. ഏതായാലും അദ്ദേഹത്തിൻ്റെ ആ ഒരു ചിരസ്മരണ നിലനിർത്താനായിട്ട് ഇന്ന് നമ്മുടെ റൈറ്റ് ന്യൂസ് പ്രേക്ഷകർക്കൊപ്പം സമയം പങ്കിടാനെത്തിയത് അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ പുത്രൻ ശ്രീ സതീഷ് സത്യൻ. അദ്ദേഹം തന്നെ നേരത്തെ പറഞ്ഞതുപോലെ അദ്ദേഹം സതീഷും സിനിമകളിൽ അഭിനയിച്ച് തുടങ്ങിയ സമയത്ത് തന്നെയാണ് ആരോഗ്യ പ്രശ്നങ്ങളാൽ അദ്ദേഹത്തിന് പിന്മാറേണ്ടി വന്നത്. പിന്നീട് അദ്ദേഹം വളരെ സജീവമായിട്ട് നമ്മുടെ സംഗീത ലോകവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് കഴിയുകയാണ്. ഇന്ന് ഈ ഒരു പ്രത്യേക മനസ്സ് തുറന്ന് പ്രത്യേക എഡിഷനിലേക്ക് ഞങ്ങളുടെ അതിഥിയായി എത്തിയ ശ്രീ സതീഷ് സത്യന് മാന്യ പ്രേക്ഷകർക്ക് വേണ്ടി ഒരുപാട് നന്ദി പറയുകയാണ്. താങ്ക് യു. ഏവർക്കും നന്ദി. പ്രത്യേകിച്ച് അജിത്തിന് വളരെ സന്തോഷം. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് പ്രത്യേകിച്ച് ഈ കോവിഡ് മഹാമാരിയുടെ കാലത്ത് വളരെ അച്ചടക്കത്തോടെ വീട്ടിൽ അടച്ചിരിക്കുകയാണെന്നാണ് എന്നോട് പറഞ്ഞത്. എങ്കിലും പിന്നീട് സ്നേഹപൂർവമായ നിർബന്ധത്തിന് വഴങ്ങി അങ്ങ് വന്നതിൽ പ്രത്യേകമായ നന്ദി കൂടിയുണ്ട്. ഈ ശ്രീ സത്യൻ്റെ സ്മരണകൾ അത് ചിരസ്മരണകളാണ്. നമ്മുടെ കൽപ്പാന്തകാലത്തോളം അല്ലെങ്കിൽ ഭൂമി മലയാളം ഉള്ളിടത്തോളം കാലം അവ നിത്യഹരിതങ്ങളായി തന്നെ തുടരുകയും ചെയ്യും. ആ സ്മരണകൾ നമുക്ക് വീണ്ടും കാണാൻ, അത് വീണ്ടും അയവിറക്കാനുള്ള അവസരമാണ് റൈറ്റ് ന്യൂസ് കേരളയുടെ ഇന്നത്തെ ഈ പരിപാടി. മാന്യ പ്രേക്ഷകർക്ക് പ്രത്യേകമായ നന്ദി പറയുന്നു. ശ്രീ സതീഷ് സത്യന് ഒരിക്കൽ കൂടി നന്ദി. നമസ്കാരം.